അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുക്കൂനുള്ള നൂന്, തെൻവീന് ഇവകളുടെ നിയമങ്ങൾ ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുതിർന്ന പ്രായമുള്ള ഉപ്പമാരുമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചാർട്ട്, ഈ ചാർട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കഴിയുമെങ്കിൽ ഒന്ന് ഒരു പേപ്പറിലൂടെ എഴുതി വെക്കുക. ഇനി അഥവാ എഴുതാൻ അറിയില്ല, പ്രയാസമുള്ളവരാണെങ്കിൽ മക്കളെ കൊണ്ട്, പേരമക്കളെ കൊണ്ട് ഒന്ന് എഴുതിയിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് വെക്കുക. എന്നിട്ട് ഈ ഒരു ഉദാഹരണത്തിലേക്കൊന്ന് നോക്കി. മിൻ ഖറിയ, ഇവിടെ ആദ്യത്തെ അക്ഷരം, ഞാൻ ഓതിയ ആദ്യത്തെ അക്ഷരം ഏതാണ്? മീ എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? നൂനാണ്. നൂനിന് ഫത്ഹാണോ ഗസറാണോ ലമ്മാണോ? ഈ ഫത്ഹും ഗസറും ലമ്മും തിരിയാത്തവരുണ്ടോ? ഫത്ഹ് വായിക്കാൻ തിരിയില്ലേ? അപ്പൊ ഈ മേലെയുള്ള വര, താഴെയുള്ള വര, മുകളിൽ ലൊമ്മുള്ള വര ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ സുക്കൂനുള്ള, അതായത് ഖർ എന്നുള്ളത് റാഇന്റെ മുകളിലുള്ളത് കാണുന്നില്ലേ, അതാണ് സുക്കൂന്. ഒന്നെങ്കിൽ ആ ചിഹ്നം, അല്ലെങ്കിൽ ചിഹ്നം ഉണ്ടാവൂല. അപ്പൊ ഈ മിൻ എന്നുള്ള സ്ഥലത്ത് കണ്ടില്ല, മീ കഴിഞ്ഞതിന് ശേഷമുള്ള അക്ഷരം നൂനാണ്. ആ നൂൻ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം സുക്കൂനാണ് എന്നർത്ഥം. സുക്കൂനുള്ള നൂനാണ് എന്നർത്ഥം. തെൻവീൻ എന്ന് പറഞ്ഞ സംഗതി കണ്ടില്ലേ? ഖറിയത്തിൻ, ഖറിയത്തിൻ എന്നുള്ളിടത്ത് തിൻ എന്നത് കണ്ടില്ലേ, അതാണ് ഒരു തെൻവീൻ അല്ലെ, അത് കസീർ തെൻവീനാണ്. അവസാനം കണ്ടില്ലേ കിതാബുൻ, ഇതാണ് ലൊമ്മ് തെൻവീന്. ഇനി എന്ത് ചെയ്യും? ഫത്ത് മുകളിലായിട്ട് രണ്ട് വര വരും. ഈ മിൻ ഖറിയത്തിൻ മീ കണ്ടില്ലേ, അത് കസറാണ്. മുകളിൽ ഒരു വര ഇട്ട് അതിന്റെ മുകളിൽ ഒന്നുകൂടി വരാം, അതാണ് തെൻവീൻ ഫത്ത് എന്ന് പറയാം. അപ്പൊ ഇതാണ് തെൻവീൻ ഫത്ത്. അപ്പൊ തെൻവീൻ പദത്തിന്റെ അവസാനത്തിലാണ് തെൻവീനൊക്കെ വരിക. പദത്തിന്റെ ഒരു വാക്കിന്റെ മിൻ ഖറിയ, ഖറിയത്തിൻ എന്നുള്ളതാണ് അവസാനത്തെ വാക്ക്. ആ തിൻ എന്നുള്ളതാണ് അവസാനത്തെ ആ ഒരു അക്ഷരം. അവസാനത്തെ അക്ഷരത്തിലാണ് തെൻവീന് വരിക. തെൻവീന് വന്നാൽ ആ അക്ഷരം കണ്ടില്ലേ, തിൻ. ഇവിടെ തിൻ എന്നുള്ളതിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ആ അക്ഷരമാണ് നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ മിൻ ഖറിയ, നൂനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ഖാഫാണ്. ഈ ഖാഫ് നമ്മൾ ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കുക. ചാർട്ടിൽ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് നോക്കുക. അത് ഇഖ്ഫാന്റെ കോളത്തിലായിരിക്കും വരിക. അപ്പൊ ഇഖ്ഫാന്റെ രൂപത്തിലാണ് ഓതേണ്ടത്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാതെ മിൻ ഖറിയ. ഇനി മിൻ ഖറിയത്തിൻ, മിൻ ഖറിയത്തിൻ ഇല്ല, അവിടെ ഒന്ന് നോക്കി. ഖറിയത്തിൻ ഇല്ല, തൻവീനിന്റെ ശേഷം വന്ന അക്ഷരം ഈ എന്നുള്ള അക്ഷരമാണ്. ഈ എന്നുള്ളത് ഏതാണ്? ഹംസയാണ്. ഹംസ ഏതിൽപ്പെട്ട അക്ഷരമാണ് നോക്കി? ഇഖ്ഫാന്റെ അക്ഷരത്തിൽ കോളത്തിലാണോ? അല്ല. ആ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയും തിരിയാത്തവരുണ്ടെങ്കിൽ ആ ചാർട്ട് എപ്പോഴും നമ്മൾ ഓതുമ്പോൾ മുന്നിൽ വെക്കുക. എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മളെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അപ്പം ഞാൻ ഇതൊരു വിഷയം പറഞ്ഞെന്ന് മാത്രം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ലാബിൻ്റെ വിഷയം പറഞ്ഞിരുന്നു. ഇനി ഇഖ്ലാബ് തിരിയാത്തവർക്ക് പ്രത്യേകമായിട്ട് ഒന്നുകൂടി വേറെ ഒരു ക്ലാസ് വെച്ചിരുന്നു. ഇനി ലാമ് റാ വന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വിഷയം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇനിയുള്ള രണ്ടാമത്തെ നിയമം ഇദ്ഗാമും ബിലാഗുന്നെയാണ് പറയാനുള്ളത്. നമ്മൾ സൂറത്തുൽ ഹിജ്ർ അതാണ് നമുക്ക് തുടങ്ങാനുള്ളത്. 127ാമത്തെ ക്ലാസ്സാണ്. സൂറത്തു ഇബ്രാഹിം കഴിഞ്ഞു, സൂറത്തു ഹിജ്ർ തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
തുടക്കത്തിൽ 3 അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അലിഫ് ലാം റോ. തുടക്കത്തിൽ അക്ഷരം അലിഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാം ആണ്, മൂന്നാമത്തെ അക്ഷരം റോ അല്ലേ. അപ്പോൾ അലിഫ്, ലാമിൻ്റെ മുകളിൽ മദ് ഒരു വളഞ്ഞ ചിഹ്നമുണ്ട്. എന്തിനുള്ള? നീട്ടാനുള്ളതാണ്. ഒന്ന് സാധാരണ നീട്ടുന്നതിലേറെ ഒന്ന് നീട്ടാം. ഇവിടെയുള്ള ഈ മദ് ലാസിമാണ്. മദ് ലാസിം എന്ന് പറയുമ്പോൾ 3 അലിഫിൻ്റെ ഖദർ, നല്ലോണം നീട്ടേണ്ട 6 ഹർക്കത്തിൻ്റെ ഖദർ അല്ലേ. അലിഫ് ലാം, അലിഫ് ലാം റോ. റോ മതി, കൂടുതൽ നീട്ടരുത്. റോ എന്നുള്ളത് സാധാരണ ഒരു ചെറിയൊരു നീട്ടല്. അലിഫ് ലാം റോ കേൾക്കണം. ലാം, അവിടെ മീമുണ്ട്. ലാം എന്ന് പറയുമ്പോൾ ഒരു മീം വരുന്നല്ലോ. അലിഫ് ലാം റോ. تلك آيات الكتاب وقرآن مبين. ഇന്ന് ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം മാത്രമേ പറയുന്നുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. تلك آيات الكتاب وقرآن مبين. ഇതാവും ബിലാവുന്ന എന്ന് പറയുമ്പം അത് മാത്രമല്ല, ഇതിൻ്റെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അലിഫ് ലാം റോ. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. ശദ്ദുള്ള മീമ് നൂന് മണിക്കണം. ശദ്ദുള്ള മീമ് കണ്ടില്ലേ? അടകണ്ടിയ വഖുർആനിൻ മുബീൻ. ശദ്ദുള്ള മീമാണ്. അടുത്ത തൻവീന് ശേഷം വന്നുകൊണ്ടാണ് ശദ്ദ്. തൻവീന് ശേഷം വന്നാലും വന്നിട്ടില്ലെങ്കിലും മീമ് നമ്മളെന്ത് ചെയ്യണം? മണിക്കേണ്ടതാണ്. മീമ് നൂന്, ശദ്ദുള്ള നൂന് മീമ് ഒന്ന് മണിക്കാം. അടുത്തേ റൂബമ. റൂബമ എന്ന് പറയണ്ട. ശബ്ദ് തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ ആ കട്ടി കൊടുക്കണ്ട. റൂബമ, റൂബമ അവിടെ നിർത്താതെ ഓതിയാൽ മുമ്പത്തെ വാക്കിന് മുബീനി മുബീനി റൂബമ അവിടെ കൂട്ടി വായിക്കുമ്പോൾ അത് വരുള്ളൂ. ഇപ്പൊ ആയത്തിന്റെ അവസാനം ആയതുകൊണ്ട് അവിടെ നിർത്തി. ഇനി തുടങ്ങുമ്പോൾ റൂ എന്ന് പറയണ്ട. ربما ربما يود الذين كفروا യവദ്ദു കഴിഞ്ഞതിന് ശേഷം യവദ്ദു കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസ്ലാണ്. ആ അലിഫ്, ആ ചിഹ്നം കാണുന്ന അലിഫില്ലേ, ആ അലിഫ് എന്താണ്? ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. അത് ഇല്ല എങ്കിൽ എങ്ങനെ വായിക്കുക? ആ അലിഫ് അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കുക? അതുപോലെയാണ് വായിക്കേണ്ടത്. യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഒന്നുകൂടെ ഒന്ന് ഓതി നോക്കി. റൂബമ ഓത് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണ്. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യുക? 3 3-ൽ കൂടുതൽ പ്രാവശ്യമോ ഓതിയിട്ട് അത് ശീലമാക്കണം. പ്രത്യേകിച്ച് തിരിയാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ആവർത്തിച്ച് ശീലമാക്കണം. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون
ذرهم يأكلون ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم. ഇവിടെ എന്താ ചെയ്യണ്ടേ? ശബ്ദമുള്ള മീമ വന്നിട്ട് മണിക്കണം. കിതാബും മഅലൂം. വമാ അവിടെ എന്താ കണ്ടില്ലേ? വമാ പോരാ, വമാ ഒന്നുകൂടി നീട്ടണം അല്ലേ? മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വമാ. പിന്നെയുള്ളത് അഹ്ലക്നാ മിൻ ഖറിയ. അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? താനെ സുക്കൂൻ ചെയ്തിട്ട് സുക്കൂനിനെ ഹ ആക്കി മാറ്റണം. മിൻ ഖറിയ ഇല്ലാ വലഹാ കിതാബും മഅലൂം. അടുത്ത നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദമുള്ള മീമ് അവിടെ എന്ത് ചെയ്യണ്ട? തുടക്കത്തിലായതുകൊണ്ട് ശബ്ദ കൊടുക്കണ്ട. മാ തസ്ബീഖു മിൻ ഉമ്മത്തിൻ അജലഹ. സുക്കൂനുള്ള ചിഹ്നമുള്ള സുക്കൂന്റെ ചിഹ്നമുണ്ടെങ്കിൽ അവിടെ മിൻ, അപ്പൊ അത് വ്യക്തമാക്കാനുള്ളതാണ് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. മിൻ ഉമ്മ. ശബ്ദമുള്ള മീമാണ്. മണിച്ചൂടി മണിക്കണം. ഒന്ന് ഓതി നോക്കി. മിൻ മണിക്കണം. മണിക്കൽ ഇങ്ങനെ വരണം. ആ ഒരു എന്നുള്ള രൂപത്തിൽ വരണം. കുറെ മണിക്കണം എന്നല്ല പറഞ്ഞേ. മിൻ ഉമ്മത്തിൻ പോരാ. മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. മാ തസ്ബീഖു, മാ തസ്ബീഖു എന്നല്ല, മാ തസ്ബീഖു എന്നാണോ? കൂ എന്നല്ല, ഓ. മാ തസ്ബീഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. അടുത്ത ഓതി നോക്കി. വഖാലു, ചെറിയ നീട്ടല്. വഖാലു യാ. അവിടെ എങ്ങനെ ഓതുക? യാ അയ്യുഹ എന്നാണുള്ളത്. നിർത്തുമ്പോൾ യാ അയ്യുഹ നിർത്തുന്നില്ല എങ്കിൽ ആ നീട്ടൽ വരൂല. ശേഷമുള്ളത് ഹംസത്തുൽ വസ്ലാണ്. നേരത്തെ പറഞ്ഞു ഹംസത്തുൽ വസ്ൽ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ഓതി നോക്കി. അത് ഒഴിവാക്കി. യാ അയ്യുഹ എന്ന് വായിക്കരുത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നു. ല എന്നുള്ള അവിടെ ലാമിന് ഷദ്ദാണ്. അയ്യുഹ എന്നിടത്ത് അലിഫ് വന്നു. നീട്ടാനുള്ള അക്ഷരം അലിഫാണ്, യാ ആണ്, വാവാണ്. ഈ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂന വന്നാൽ നീട്ടൂല. യാ അയ്യുഹ എന്ന് വായിക്കൂല. യാ എങ്ങനെ വായിക്കുക? യാ ഒന്ന് ഓതി നോക്കി. ശരിയല്ലേ? യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ. نزل عليه الذكر إنك لمجنون. ഒന്നുകൂടെ. വഖാലു. ഇപ്പം നമ്മൾ പറഞ്ഞ നിയമം ഒന്നും ഇപ്പം വന്നിട്ടില്ല കേട്ടോ. നമുക്ക് വരുമ്പം പറയാം. ലാമ് റാ ആണ്. ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരം. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. ലമജ്നൂ അവിടെ എന്താണ്? നൂനിന്റെ ശേഷം വന്ന് നോക്കണ്ട. ആ നൂന് സുക്കൂനാകുമ്പോഴേ നോക്കേണ്ടതുള്ളൂ. സുക്കൂന് അല്ലെങ്കിൽ ചിഹ്നമൊന്നും ഇല്ലെങ്കിലേ നോക്കേണ്ടതുള്ളൂ. അവിടെ ഫത്ത് കസ്റോ ലൊമ്മൊക്കെ ആണെങ്കിൽ നോക്കേണ്ടതില്ല. അത് അതുപോലാണ്ട് ഓതിയാൽ മതി. ലമജ്നൂൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു എന്താണ്? എവിടെയാണ്? ഇന്നക്ക. അവിടെ എന്ത് ചെയ്യണം? അവിടെ എന്താ ചെയ്യണ്ടേ? ഓതി നോക്കി. എങ്ങനെയാ ഓതണ്ടേ? അങ്ങനെ തന്നെയാണോ? ഇന്നക ലമജ്നൂൻ. അങ്ങനെ തന്നെയല്ലോ ഓതിയത്. ആ അടുത്ത് ലൗ മാത് തീന. ലൗ മാത് തീന. ഇനി എങ്ങനെ വായിക്കാവുന്നു? ഓതി നോക്കി. തീന കഴിഞ്ഞതിന് ശേഷം ബാൽ എന്ന് വായിച്ചോ? ആരെങ്കിലും വായിച്ചോ? ബാൽ എന്ന് വായിച്ചോ? ബിൽ എന്ന് വായിച്ചോ? എങ്ങനെ വായിച്ച്? ബി അൽ എന്ന് വായിച്ചോ? അതൊന്നും ശരിയല്ല. ഇതേ കാരണം
പറഞ്ഞു. ബി കഴിഞ്ഞതിന് ബീൻ്റെ കൂടെ എന്താണ്? ഹംസത്തുൽ വസിലാണ്. ആ ചിഹ്നമുള്ള അലിഫ് കണ്ടില്ലേ? ബി കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ അതെന്താണ്? ചേർത്തി വായിക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. അപ്പൊ ഇങ്ങനെ ബി കഴിഞ്ഞതിന് ശേഷമുള്ളത് ബിൽ. ബാൽ എന്ന് വായിക്കൂല, ബി എന്ന് വായിക്കൂല, ബി അൽ എന്ന് വായിക്കൂല, ബി ഉൽ എന്ന് വായിക്കൂല. ബിൽ ബിൽ മലായികതി ബിൽ മലായികതി ഇൻ കുൻത മിനസ് സാദിഖീൻ ലൗ മാ തഅതീനാ ബിൽ മലായികതി ഇൻ കുൻത മിനസ് സാദിഖീൻ. ഇതൊന്ന് ശ്രദ്ധിക്കേ. ഈ കഴിഞ്ഞ ഇൻ കുൻത അവിടെ കണ്ടില്ലേ? ഇൻ അവിടെ നൂന് വന്നു. നൂനെന്താ? ഫത്ത് കസർ ഒന്നുണ്ട്? ഇല്ല. പിന്നെന്താണ്? ഒന്നുമില്ല അവിടെ. അപ്പോൾ സുക്കൂനാണ്. ഇതാണ് നൂന്. ഇവിടെ ഒരു നിയമം വരുന്നുണ്ട്. നൂനിൻ്റെ ശേഷം കു എന്ന കാഫ് വന്നു. അപ്പോൾ അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പം ഇന്നലത്തെ മിഞ്ഞാത്ത ക്ലാസ്സിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നിയമമുണ്ട്. ഇത് ഈ നൂനിൻ്റെ ശേഷം ബാ വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? നൂനിൻ്റെ ശേഷം ബാ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമാണ് വരേണ്ടത്. അപ്പോൾ ബാ വരുമ്പോൾ അവിടെ ബാ ആണ് ശേഷമുള്ളതെങ്കിൽ ഈ എന്നാണെങ്കിൽ ഇം ഇൻ ബ എന്ന് പറയുന്നതിന് പകരം ഇം ഇം ബ ല്ലേ. ഇവിടെ കാഫ് ആയതുകൊണ്ട് ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? കുന്ത അവിടെയും എന്താണ്? നൂനിൻ്റെ ഒരു നിയമം വരുന്നുണ്ടല്ലോ അല്ലേ? നൂനിൻ്റെ ശേഷം ത വന്നു, ബ അല്ല. അവിടെ കുന്ത എന്നുള്ളിടത്ത് ബ ആണെങ്കിൽ ഇങ്ങനെ വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുന്ത എന്നുള്ളിടത്ത് ബ ആണെങ്കിൽ കുന്ത എന്നുള്ളിടത്ത് കുംബ എന്ന വായിക്കണേ. കുംബ മിനസ് ഇൻ കുന്ത മിനസ് സാദിഖീൻ ലൗ മാ തഅതീനാ ബിൽ മലായികതി ഇൻ കുന്ത മിനസ് സാദിഖീൻ. നെക്സ്റ്റ് അല്ലേ? 8ാമത്തെ ആയത്ത് എങ്ങനെ ഓതുക? മാ നുനസ്സിലു കഴിഞ്ഞതിന് ശേഷം അലി ഹംസത്തുൽ വസിലാണ്. കൂട്ടി വയ്ക്കൽ എങ്ങനെ? ഒന്ന് ഓതി നോക്കി. മാ നുനസ്സിലുൽ ലാമിന് സുക്കൂനാണ്. മാ നുനസ്സിലുൽ മലായികത്ത മതിയോ? പോരാ. ലാ മതിയോ? പോരാ. എന്താ? ലാമിന് എന്തുണ്ട്? ഒരു മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പൊ എങ്ങനെ നീട്ട? മലായികത അൽ മലായികത. അവിടെ നിർത്തി ഓതുമ്പോ അൽ മലായികത. അവിടെ നിർത്താതെ ഓതുമ്പോ മാ നുനസ്സിലുൽ മലായിക. നിർത്തുമ്പോ മലായികത്ത എന്നല്ല, നിർത്തുമ്പോ ഇങ്ങനെ ഓതി പോകുമ്പോ ഇങ്ങനെ പറയാന്ന് മാത്രം. മലായിക. എന്ത് ചെയ്യണം? സുക്കൂനുള്ള ഹ ആക്കി മാറ്റണം. മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബി. വായിക്കേ. ഇല്ലാ ബി കഴിഞ്ഞതിന് ശേഷം ബാൽ വയ്ക്കൂല. ബിൽ ബിൽ ഹഖ്. എന്താ കാരണം? ആ അലിഫ് ആ ബി എന്നതിനോട് ചേർന്നിട്ടുള്ള അലിഫ് ഉച്ചരിക്കൂല, ഹംസത്തുൽ വസിലാണ്. ഇല്ലാ ബിൽ ഹഖ് വമാ കാനൂ മതിയോ? പോരാ. ഒന്നുകൂടി നീട്ടാനുള്ളതാണ്. സ്ഥലമാണ്. അവിടെ മദ്ദിന്റെ ചിഹ്നമുണ്ട്. വമാ കാനൂ ഇദം മുൻളരീൻ. ശദ്ദുള്ള മീമാണ്, മണിക്കണം. ഇദം ഇദൻ മു എന്ന് പറയുന്നത് ഇദൻ മു എന്ന് പറയുന്നത് ഇദം മുൻളരീൻ. ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. 9ാമത്തെ ആയത്ത് ഇന്നാ നഹ്നു ഇന്നാ നഹ്നു എന്ന് പറയുന്നത് നഹ്നു എന്നല്ല,
സ്മൂത്താക്കിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മയപ്പെടുത്തിയാണ് പറയാം. ഇന്ന ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. ഇന്ന നഹ്നു നസ്സ എന്ന് പറയണോ? പറയണ്ട. കാരണം സ എന്നുള്ള അക്ഷരം എന്തെല്ലാം മണിക്കേണ്ട അക്ഷരമല്ല. ശബ്ദ കട്ടി കൊടുത്താൽ മതി. കട്ടി കൊടുക്കലും മണിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. നസ്സ, നബ്ബ, നക്ക അല്ലേ, ഇതാണ് കട്ടി കൊടുക്കൽ. മണിക്കലൊക്കെ നമ്മ നമ്മ, അതിന് മുമ്പ് കട്ടി കൊടുക്കുന്നതിന് മുമ്പ് മണിക്കണം. നസ്സൽന നസ്സൽന എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നുള്ള അക്ഷരം ഏതാ? നാ. ഹംസത്തുൽ വസ്ല് വന്നാൽ കൂട്ടി വായിക്കുമ്പം അത് ഒഴിവായി. പിന്നുള്ളത് ലാമാണ്. ലാമ് കാണുന്നില്ലേ? ലാമ് ചേർത്തി വായിക്കുമ്പോൾ ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ അതും ഒഴിവാക്കും. പിന്നെയുള്ള വി ശബ്ദുള്ള അക്ഷരമാണ്. ശബ്ദുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദ് വന്നാൽ നീട്ടുകയില്ല. നസ്സൽന ദിക്റ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. 9ാമത്തെ ആയത്തായി. ഇനി 10ാമത്തെ ആയത്ത്. നമ്മൾ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക? കഴിവിൻ്റെ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ ഇപ്പം വീഡിയോ കാണുന്നതിൻ്റെ താഴെ കണ്ടില്ലേ ഒരു കയ്യിൻ്റെ ചിഹ്നം മേലോട്ടുള്ളേ, മേലോട്ട് തള്ള വിരൽ മേലോട്ടായി നിൽക്കുന്ന ആ സ്ഥലം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതാണ് ലൈക്ക്. അവിടെ നിന്ന് തൊട്ടെടുത്താൽ മതി. സ്ക്രീനിൽ ഒന്ന് തൊട്ടെടുത്താൽ മതി. ഏതാണ് ലൈക്ക്, വേറൊന്നും ചെയ്യണ്ട. അതുമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉപകരിക്കുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക? പിന്നെ ഒന്ന് കഴിവിൻ്റെ പരമാവധി സ്റ്റാറ്റസോ അതുപോലെ തന്നെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആർക്കെങ്കിലും കുടുംബത്തിൽ പെട്ട ആർക്കെങ്കിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അയച്ചു കൊടുക്കുക. ആരെങ്കിലൊക്കെ നമ്മളെ കാരണം കൊണ്ട്, അയച്ച കാരണം കൊണ്ട് തിരിയാത്ത, ഏതെങ്കിലും നിലക്ക് തിരിയാത്ത പിന്നെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപകരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല നിലക്ക് നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വലഖദ് 10ാമത്തെ ആയത്ത്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ. നമ്മൾ പറയുന്ന നിയമം അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. വലഖദ് അർസൽനാ, അവിടെ നീട്ടണം. സാധാരണ ചെറിയ നീട്ടല്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ. ഫീ ഷിയഇൽ, ഷിയ എന്ന് പറയുന്നത് ഈ നല്ല ഐനാണ്. ഫീ ഷിയഇൽ അവ്വലീൻ. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ഷിയഇൽ അവ്വലീൻ. അടുത്ത 11ാമത്തെ ആയത്ത്. വമാ യഅതീഹിം, ശബ്ദുള്ള മീമാണ്, മണിക്കണം. യഅതീഹിം, അവിടെ ഒരു മീമുണ്ട്. ആ മീമിന് ഫത്ഹും കസ്റൊന്നുമില്ല. അപ്പോൾ 2ാമത്തെ മീമിന് കൊടുത്തിട്ട് 2ാമത്തെ മീം ഒന്ന് കട്ടി കൂട്ടിയിട്ട് മണിക്കുക. വമാ യഅതീഹിം മിൻ റസൂലിൻ എന്നാണോ? ഇവിടെ എന്താ വന്നത്? മീ കഴിഞ്ഞതിന് ശേഷം നൂന്. നൂന് എന്ന് പറഞ്ഞാൽ വെറും നൂനല്ല, സുക്കൂനുള്ള നൂന്. സുക്കൂനുള്ള നൂനിൻ്റെ ഉസ്താദ് അവിടെ ചിഹ്നമില്ലല്ലോ. ചിഹ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മൾ സാധാരണ ഒന്നും ഇല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് പോലെ ഒന്നും ഇല്ലെങ്കിൽ സുക്കൂനാണ്. ഒന്നും ഇല്ലെങ്കിൽ സുക്കൂനാണ്. ഇവിടെ എന്താ? യഅതീഹിം, അവിടെ ഒരു മീം കണ്ടില്ലേ? ആ മീമിന് ഒന്നുമില്ല, അപ്പോൾ സുക്കൂൻ തന്നെയാണ്. യഅതീഹിം അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ ഉദാ? വമാ യഅതീഹിം, മീമിന് സുക്കൂനോടുകൂടെയാണ് നിർത്തേണ്ടത്. ഇവിടെ മിൻ റസൂലിൻ എന്ന് പറയാൻ നൂനിന് സുക്കൂന് തന്നെയാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് നൂന് സുക്കൂനായത് കൊണ്ട് ഉസ്താദ് പറഞ്ഞല്ലോ സുക്കൂനാണ്. അപ്പോൾ പിന്നെ മിൻ റസൂലിൻ എന്നല്ലേ ഓതേണ്ടത്?
അല്ല. ശേഷമുള്ള നൂന് വന്നാൽ ശേഷമുള്ള അക്ഷരം നോക്കണം. ശേഷമുള്ള അക്ഷരം ഇവിടെ ഏതാണ്? ബാ അല്ലേ? ബാ ആണോ? അല്ല. മിൻ റസൂൽ, മിൻ റാ എന്നുള്ളത് റാ ആണ് അല്ലേ? റാ ആണ് അക്ഷരം. നൂനിന്റെ ശേഷം വന്ന അക്ഷരം റാ ആണ്. ഇവിടെ ലാമ് വന്നാലും റാ വന്നാലും ബാക്കി അക്ഷരം നോക്കണ്ട. ലാമ് വന്നാലും റാ വന്നാലും ഓതേണ്ട രൂപം മിൻ റസൂൽ എന്ന് വായിക്കരുത്, മിറ എന്നാണ് വായിക്കേണ്ടത്. മിറ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ലാബിന്റെ ക്ലാസ്സിൽ പറഞ്ഞത് നൂനിന്റെ ശേഷം ഇവിടെ മിൻ എന്നതിന് ശേഷം റ എന്നതിന്റെ പകരമായിട്ട് അവിടെ ബ എന്നാണ് വന്നതെങ്കിൽ മിബ്ബ, മിബ്ബ എന്ന് പറയില്ല, മിബ്ബ എന്ന് പറയില്ല. മിറ എന്നത് പറഞ്ഞതുപോലെ മിബ്ബ എന്ന് പറയില്ല. അവിടെ മീം, അവിടെ നൂനിനെ മാറ്റി മീം കൊടുക്കണം, മീമാക്കി മാറ്റണം. നമ്മൾ ഓതുമ്പം മാറ്റി മാറ്റണം എന്നർത്ഥം, അല്ല ഖുർആനിൽ മാറ്റണം എന്നല്ല പറഞ്ഞേ. ഓതുമ്പം നൂനിന് പകരം മീം കൊണ്ടുവരണം. മിംബ, മിംബ എന്നാണ്. മിബ്ബ എന്നല്ല മതി, മിംബ. അവിടെ മീം വരണം. ഇവിടെ നൂനിന്റെ ശേഷം റാ വന്നത് കൊണ്ട് ഏതെങ്കിലും ഇനിയും തിരിയാത്തവരുടെ വാട്സപ്പിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിന്നെ നമുക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിഷമം വേണ്ട. കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടുകൊണ്ടെങ്കിലും ഓതാൻ ശ്രമിക്കാം. തീരെ തിരിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ വിഷയം പിന്നെ ഇനി തിരിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഈ സംഗതി ഓതേണ്ട രൂപം തിരിഞ്ഞല്ലോ, അതുപോലെ നോക്കിയിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യാതെ ഓതി ഇങ്ങനെ പോയാൽ മതി. മിൻ റ എന്നതിന് പകരം മിർറസൂലിൻ, മിർറസൂലിൻ, മിർറ എന്നാണ് വായിക്കേണ്ടത്. ആ നൂന് ഒഴിവാക്കാതെ റായിന് കൊടുത്തിട്ട് റാ കട്ടി കൂട്ടിയിട്ടാണ് ഓതുന്നത്. കട്ടി കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? കട്ടി കൂടിയപ്പോൾ ശബ്ദമായി. അതന്നെ മിർറസൂലിൻ ഇല്ല. അവിടെ ലാമാണെങ്കിൽ മില്ലസൂലിൻ എന്ന് വായിക്കണേ. ലാമാണ് റായിന് പകരം എങ്കിൽ മിൻ ല എന്ന് പറയില്ല, മില്ലസൂലിൻ അങ്ങനെ പറയാൻ പാടില്ല. ഖുർആനിൽ തീയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. പിന്നെ ഖുർആനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നിയമമില്ലാതെ വേറൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. മിർറസൂലിൻ ലാമാണെങ്കിൽ മില്ല എന്ന വായിക്കുക. അവിടെ ഇനി റാക്ക് പകരം മീമാണ് വരുന്നതെങ്കിൽ അവിടെ മിമ്മ പോരാ, മിമ്മ എന്നാ ഓതേണ്ടത്. മിമ്മ. ഇവിടെ ഇപ്പം എന്താ അവിടെ മണിക്കണമൊന്നുമില്ല. മിർറസൂലിൻ ഇല്ല. അപ്പൊ ഇത് ബിലാവുന്ന മനസ്സിലായല്ലോ. ഇനി അടുത്ത് വരുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരണം. ഇവിടെ ഇദ്ഗാമും ബിലാവുന്നയാണ്. നിയമം എന്താണ്? തെൻവീനിൻ നൂനിന്റെ ശേഷമോ, ഇവിടെ നൂനാണ്, നൂനിന്റെ ശേഷമോ തെൻവീനിന്റെ ശേഷമോ ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാവുന്ന. ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ഗാമും ബിലാവുന്ന എന്ന് പറയുമ്പോൾ ബേജാറാണ്ട. ഇദ്ഗാം പറഞ്ഞാൽ കട്ടി കൂട്ടുക, ബിലാവുന്ന മണിക്കാതെ. മിറ ഇപ്പൊ റാന് കട്ടി കൂടി ശ്രദ്ധ കൊടുത്തു എന്നർത്ഥം. മിറ. അവിടെ നൂൻ ഇല്ല എങ്കിൽ മിറസൂലിൻ എന്ന് വായിക്കാം. മിറസൂലിൻ. ആ നൂൻ അവിടെ ഇല്ല എങ്കിൽ മിറസൂലിൻ എന്ന് വായിക്കണ്ടേ. ഇവിടെ നൂൻ ഉണ്ടായത് കൊണ്ടാണ് ആ റാക്ക് കട്ടി വന്നത്. മിറസൂലിൻ ഇല്ല കാനൂ ബിഹി യസ്തഹ്സിഊൻ വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. 20-ാമത്തെ ആയത്ത് വജഅൽനാ ലക്കും ഫീഹാ മഈഷ് വമല്ല. നൂനിന്റെ ശേഷം വമ, പിന്നെയുള്ളത് സുക്കൂണ നൂന. നൂനിന്റെ ശേഷം ലാമ വന്നിട്ടുള്ളത്. എങ്ങനെ ഓതുക? വമല്ല, വമൻ ല എന്ന് വായിക്കരുത്. വമല്ലസ്തും, വമല്ലസ്തും ലഹു ബിറാസിഖീൻ. നൂന് വന്നു, നൂനിന്റെ ശേഷം ലാമ വന്നു. ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇദ്ഗാമും ബിലാഗുന്ന മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. വജഅൽനാ ലക്കും ഫീഹാ മഈഷ വമഈഷ്, മഈഷ് യാ ആണ് ഒന്ന്. ഫീഹാ മഈഷ, ഫീഹാ മഈഷ വമല്ലസ്തും ലഹു ബിറാസിഖീൻ.
20 ആയത്താണ് ഓതിയത്. അപ്പം പറഞ്ഞത് ഓർമ്മയിലുണ്ടാകണം. സൂറത്തുൽ ബഖറ മറിക്കുക 50 ആയത്ത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 30 ആയത്തെങ്കിലും നോക്കി ഉസ്താദ് 30 ആയത്തിൽ ഇത്രണ്ണം ഉണ്ട് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക അയക്കുക. അല്ലെങ്കിൽ 50 ആയത്ത് 50 ആകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ 2-3 എണ്ണമൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ഒന്നുകൂടി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാകണം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين إنا نحن نزلنا الذكر وإنا له لحافظون ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് റംല കാഞ്ഞിരപ്പുഴയുള്ള മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയുള്ള സഹോദരി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ മൂത്താപ്പ മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബന്ധത്തിൽപ്പെട്ട അമ്മായിമ്മ ഉമ്മ മറ്റൊരു ഉമ്മയും മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞു. രണ്ടാളും ഒരു ദിവസമാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ
ബർസഖിയായ ജീവിതം റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ കിടക്കുന്ന ഖബറിടം പ്രത്യേകിച്ച് സുആലിൻ്റെ സമയങ്ങളൊക്കെയാണ് അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറാനന്തര ജീവിതം അല്ലാഹുവേ നീ അവർക്ക് നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ. നീ സ്വർഗീയ വിരിപ്പും സ്വർഗീയ ഭക്ഷണം കൊണ്ടും ഒക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാൻ. എൻ്റെ റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യമുള്ള ഖബറാക്കി അവരുടെ ഖബറിനെ നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാൻ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കും. അവർക്കൊക്കെ ഇതിനൊക്കെ മിസ്ലി സവാബ്, ഞങ്ങൾ ഓതിയതിനൊക്കെ മിസ്ലി സവാബ് എത്തിച്ചു കൊടുത്ത് ഈനാസായി നീ അവർക്ക് നീ സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാൻ. അതുപോലെ തന്നെ അവരുടെ മകൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടിയും അതുപോലെ തന്നെ മകളുടെ രോഗം ശിഫയാകാൻ വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. റബ്ബെ പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മകൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മകളുടെ രോഗങ്ങളൊക്കെ നീ സലാമത്തിലാക്കി കൊടുക്കണം റഹ്മാനെ, ഖൈറിലാക്കി കൊടുക്കണം റഹ്മാനെ. പെട്ടെന്ന് തന്നെ നല്ല ഒരു ഇണയെ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ആ മകളുടെ രോഗം പരിപൂർണമായിട്ട് നീ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും, അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ഉപ്പമാർ പ്രായമുള്ളവരൊക്കെ ഉണ്ട് റഹ്മാൻ. റബ്ബ് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ആരെങ്കിലൊക്കെ രോഗികളുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ശിഫ നൽകണം റഹ്മാന്. മരുന്ന് കുടിക്കാത്ത ആരുമില്ല റഹ്മാനെ. റബ്ബെ പലരും മരുന്ന് കുടിക്കുന്നവരാണ്, പ്രായമുള്ള പലരും പ്രമേഹം അതുപോലെ തന്നെ മറ്റു അസുഖങ്ങൾക്കായിട്ട് മുട്ടുവേദന, ഊരവേദന തുടങ്ങിയ അനേകം പ്രയാസങ്ങൾ, രോഗങ്ങൾ റഹ്മാനെ. റബ്ബെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റഹ്മാനെ റബ്ബെ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി തുനിയുന്നവരാണ്, ശ്രമിക്കുന്നവരാണ് റഹ്മാനെ. റബ്ബെ ഞങ്ങൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സിനി പ്രദാനം ചെയ്യണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സിനി പ്രദാനം ചെയ്യണം റഹ്മാനെ. പരിപൂർണമായിട്ട് ദീനീയ ഖിദ്മയിലായിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. അവസാനം കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വചനം ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും അല്ലാത്തവരുമായ എല്ലാ ആളുകളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും ഈ സലാമത്തിലാക്കി തരണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ, ഇസ്സത്തിലാക്കണം റഹ്മാനെ, ഐശ്വര്യത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ വീട്ടിലെ മക്കളിലെ ജോലികളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലും ഞങ്ങളെ സഹോദരന്മാരിൽ റഹ്മാനെ റബ്ബ്, മക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ, എല്ലാ നിലക്കും കുടുംബത്തിൽ, അയൽവാസികൾ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ റഹ്മാനെ റബ്ബെ എല്ലാം കൊണ്ടും നീ റാഹത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും നീ പ്രയാസം വരുത്തല്ല റഹ്മാനെ. മറ്റുള്ളവരെ കൊണ്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീ റഹ്മാനെ റബ്ബി നീ അകറ്റണം റഹ്മാനെ. റഹ്മാനെ റബ്ബ സാഹിര്യങ്ങൾ, സിഹറിൽ നിന്ന്, മക്കിരിയങ്ങൾ, മക്കറിൽ നിന്ന്, അയിനിങ്ങൾ, അയിനിൽ നിന്ന്, ഹസിദിയങ്ങളെ ഹസദിൽ നിന്നൊക്കെ നീ കാത്ത് സംരക്ഷണം നൽകണം റഹ്മാനെ. ഞങ്ങളെ കൽബുകളും ഞങ്ങളെ കുലൂബുകൾ നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ടുള്ള ഒരു പ്രയാസവും മറ്റുള്ളവർക്ക് നീ നൽകല്ല റഹ്മാനെ. മറ്റുള്ളവരെ കൊണ്ടുള്ള ഒരു ഹസദോ ഒരു പ്രയാസമോ ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ഷർറും ഒരു ദ്രോഹവും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ റഹ്മാനെ റബ്ബെ നല്ല നിലക്ക് ജീവിച്ച് അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ കലിമ ചൊല്ലി തൗഫീഖ് അതിനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടാകണം. നമ്മുടെ സൂറത്തുൽ ബഖറയുടെ 50 ആയത്ത് നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഒന്ന് എണ്ണം ഈ വീഡിയോക്ക് താഴെയായിട്ട് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. വീഡിയോ കണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് താഴെയുള്ള ആ കയ്യിൻ്റെ വിരൽ മുകളിലേക്കുള്ള അവിടെ നിന്ന് ലൈക്കിൻ്റെ അവിടെ നിന്ന് പ്രസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്.